ലെബനനിലെ ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ഇസ്രയേൽ പ്രതിരോധ സേന ആരംഭിച്ച ആ യുദ്ധം ഇതാ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഹിസ്ബുള്ള ഭീകരർക്കെതിരെ 6 ആഴ്ച മുമ്പ് തുടങ്ങിവെച്ച യുദ്ധമാണ് ഏറ്റവും നിർണായകമായ അവസാന ഘട്ടത്തേക്ക് അടുത്തിരിക്കുന്നത്. ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് 3 മൈൽ മാത്രം അകലെയുള്ള തെക്കൻ ലെബനനിലെ ചാമ ഗ്രാമത്തിലെ തന്ത്രപ്രധാനമായ കുന്നുകൾ ഇസ്രായേലി സേന പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 72 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് ആഫിഫ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. മധ്യ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിലാണ് അഫീഫ് കൊല്ലപ്പെട്ടത്. സിറിയൻ ബാത്ത് പാർട്ടിയുടെ ലെബനനിലെ റാസ് അൽ നാബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലി വ്യോമസേനയുടെ ആക്രമണം. ഹിസ്ബുള്ളയുടെ മീഡിയ ഓഫീസ് അഫീഫിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയതോടെയാണ് അഫീഫ് കൊല്ലപ്പെട്ട വിവരം സ്ഥിരീകരിച്ചത്. സെപ്റ്റംബർ അവസാനം ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയുടെ കൊലപാതകത്തിന് ശേഷം സായുധ സേനയുടെ പ്രധാനിയായിരുന്നു അഫീഫ്. വാർത്താ സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകിയതും അഫീഫായിരുന്നു. ലെബനന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ സേനയും ഹിസ്ബുള്ളയും തമ്മിൽ ഇപ്പോഴും ശക്തമായ അവസാന ഏറ്റുമുട്ടൽ തുടരുകയാണ്. 1.5 മാസമായി ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കരയുദ്ധം നയിക്കുന്ന ഇസ്രായേലി സൈന്യം ഇത്ര ഉള്ളിൽ കടക്കുന്നതും ആദ്യമായിട്ടാണ്. ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേരെയും ബോംബാക്രമണം നടന്നു. സിറിയ പ്രദേശത്തെ സ്വകാര്യ വസതിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സിസറിയ പ്രദേശത്തെ സ്വകാര്യ വസതിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. 2 തവണയാണ് വീട് ആക്രമിക്കപ്പെട്ടത്. കടലിൽ നിന്നാണ് ഇത്തവണ ആക്രമണം ഉണ്ടായത് എന്നാണ് സൂചന. ആക്രമണ സമയം നെതന്യാഹുവോ കുടുംബമോ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ശത്രുക്കൾ എല്ലാ പരിധിയും ലംഘിച്ചു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞത്. ഒക്ടോബറിലും നെതന്യാഹുവിന്റെ വീടിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായെങ്കിലും നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. എന്തായാലും ഇസ്രായേലി പ്രതിരോധ സേന ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിൽ അവസാനഘട്ട ആക്രമണങ്ങൾ ആയി മുന്നോട്ട് പോകുകയാണ്.